വേനലവധിക്കാലം രുചികരമായ അച്ചാറുകളുടെ ഒരു കാലം കൂടിയാണ്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് കുട്ടികളുടെ അവധി, ആ അവധിക്ക് കുട്ടികളും ഈ പാചകത്തോടൊപ്പം കൂടും. അപ്പോൾ ഇന്ന് നമ്മൾ മത്തിപ്പുളിയുടെ സാധാ ഒരു അച്ചാർ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പം കുട്ടികളെ കൂട്ടി നമ്മുടെ മത്തിപ്പുളിയുടെ മരത്തിൻ്റെ ചുവട്ടിലെത്തി. അപ്പോൾ അവരെ മത്തിപ്പുളി പറിക്കുകയാണ്. ആ അച്ചാർ നമ്മുടെ ആവശ്യത്തിനുള്ളത്രയും മത്തിപ്പുളി അവർ പറിച്ചെടുക്കുകയാണ്. അപ്പം പലപ്പോഴും നമ്മൾ ഇതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യുന്നത് കാരണം ഈ അറിവുകളിൽ കൂടിയൊക്കെയാണ് അവരും പഠിച്ചു വരുന്നത്. അപ്പം അങ്ങനെയാണ് പലപ്പോഴും പാചകങ്ങൾ പോലും തലമുറകൾ കൂടി കൈമാറ്റപ്പെടുന്നത്, അല്ലെ അറിവുകൾ ഓരോന്നും തലമുറകൾ കൂടി കൈമാറ്റപ്പെടുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പം നമുക്ക് ആവശ്യാനുസരണമുള്ള മത്തിപ്പുളിയായി. അപ്പോൾ ഇനി ഇത് നമ്മൾ കഴുകി വെക്കാൻ പോവുകയാണ്. കഴുകി വെച്ചു. ഇനിയിപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഒന്ന് പീസാക്കുകയാണ്. പീസാക്കുമ്പോൾ നമ്മളൊരു 2-3 ഇതായിട്ട് പീസാക്കണം. അപ്പോൾ ചെറുതായിട്ട് പീസാക്കുകയാണെങ്കിൽ നമുക്കതിൽ 1-2 അല്ലി മതിയെങ്കിൽ നമുക്ക് അത്രയും സൗകര്യാർത്ഥം എടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് പീസാക്കുന്നത്. നമ്മളതിൽ ഇപ്പം ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി അത് നമ്മളൊന്ന് ഇളക്കി വെക്കുകയാണ്. ഉപ്പ് ഇട്ട് ഇളക്കി തന്നെ നല്ലപോലെ ഇളക്കി വെക്കണം. എന്നാലേ എല്ലാ ഭാഗത്തും അത് കറളത്തുള്ളൂ. നമ്മളിതിൽ വിനെഗറൊന്നും ചേർക്കുന്നില്ല. സാധാരണ നീ കണ്ടറിയാം നമ്മുടെ കിട്ടുന്ന അധികം ഇതല്ലാത്ത രീതിയിലാണ് ഇത്. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചൂടായപ്പോഴേ നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ പീസ് ഇട്ടു. അത് നമ്മൾ വെളുത്തുള്ളി ഇട്ടു. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മൂപ്പ് പകുതി ആകുമ്പോഴത്തേക്ക് നമ്മൾ കടുക് ചേർക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ കടുക് ചേർത്ത് കടുക് പൊട്ടിക്കഴിയാറായി. അപ്പോഴേ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടു. അപ്പോൾ കാശ്മീരി മുളക് പൊടി നമ്മൾ പറയാൻ കാരണം അതിന് നല്ല ചുമപ്പ് നിറവും എരിവ് കുറവുമാണ്. അപ്പോൾ അച്ചാർ നല്ലൊരു നിറം കിട്ടും. പിന്നെ ആവശ്യാനുസരണം നമ്മൾ അതിൽ മഞ്ഞൾപ്പൊടി ആവശ്യാനുസരണം ഇടും. ആവശ്യാനുസരണം എന്ന് പറയാൻ കാരണം ഓരോ തരത്തിലും വ്യത്യസ്ത അളവിലാണ് നമ്മൾ ക്വാണ്ടിറ്റി മാറുന്നത്. അതും ഓരോരുത്തരുടെ രുചിയും വ്യത്യസ്തമാണ്. അതുപോലെ നമ്മൾ ഇനി ഇതിനകത്ത് ചേർക്കാനുള്ള ഉലുവാപ്പൊടിയാണ്. അപ്പോൾ ആ ഉലുവാപ്പൊടി കൂടി നമ്മൾ ചേർക്കുകയാണ്. ഇതെല്ലാം ഈ എണ്ണയിൽ കിടന്ന് നല്ലപോലെ മൂക്കുന്നുണ്ടെ ഇതിലെല്ലാം ഒരു രാസപ്രക്രിയപരമായ ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പീസ് ചെയ്ത് വെച്ചിരുന്ന മത്തിപ്പുളിയെല്ലാം ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഈ മത്തിപ്പുളി ഇടുമ്പോൾ നമ്മൾ വളരെ സാവധാനം തീ കൊടുക്കാവും. ഗ്യാസിൻ്റെ അളവ് ലോ ഫ്ലെയിമിലാക്കണം. കാരണം ഇത് പെതുക്കെ സ്റ്റീം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രുചിയിലെത്തത്തുള്ളൂ. വളരെ വേഗം ചെയ്താൽ ഞങ്ങൾ വെന്തു പോകും. ഇനി നമ്മളിതിൽ ചേർക്കാനുള്ളത് കായപ്പൊടിയാണ്. കായപ്പൊടി ഇനി ഇതിലേക്ക് ചേർക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിനി ഇടാനുള്ള ഒരു കറിവേപ്പിലയാണ്. ആ കറിവേപ്പിലയും നമ്മൾ നേരിട്ട് ഇതിലേക്ക് ഇടുകയാണ്. അപ്പം
കടുക് പൊട്ടിക്കുമ്പോൾ പകരം ഇപ്പോൾ ഇടുന്നതിന് കാരണം ഇതങ്ങ് കരിഞ്ഞു പോകത്തില്ല. അതുപോലെ ഇതിൻ്റെ അകത്ത് ഇത് നമുക്ക് പ്രത്യേക രുചി ആയി വരും. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പരിപാടികളൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ചാനലിലെ മറ്റ് പരിപാടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ടൂറിസം സംബന്ധമായ പലതും തീർത്ഥാടന ടൂറിസം ഓരോ മേഖലയിലുള്ള പരിപാടികളും കാണിക്കുന്നുണ്ട്. പുതിയ ആശയങ്ങളാണ് പറയുന്നത്. ഈ ആശയങ്ങൾ ഓരോ പുതിയ തൊഴിൽ മേഖലകൾ രൂപീകരിക്കാൻ ഉതകുന്ന ആശയങ്ങളാണ്. ഓരോരുത്തരുടെ മനസ്സിലേക്കും ചിന്തകൾ ഉണർത്തുന്ന ആശയങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പാചകങ്ങൾ കൂടുതലും ഗ്രാമീണ മേഖലയിലുള്ള പാചകങ്ങളാണ്. മോഡേൺ റെസിപ്പിയൊക്കെ വളരെ കുറവാണ്. കൂടുതലും ഗ്രാമീണ മേഖലയിലുള്ള പാചക കൂട്ടുകളാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വളരെ ശ്രമകരമായ ഒരു ദൗത്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം സ്റ്റീം ചെയ്യുമ്പോൾ നമുക്ക് ആ യഥാർത്ഥ രുചിയിലെത്തത്തുള്ളൂ. അപ്പം ഇത് തണുത്ത് കഴിഞ്ഞ് നമ്മളതൊരു പാത്രത്തേക്ക് മാറ്റി, തണുത്ത് കഴിയുമ്പോൾ പാത്രത്തേക്ക് മാറ്റാൻ കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ഈ പറയുമല്ലോ ഈ മൂപ്പിക്കുന്ന ആ പാത്രത്തിന് കിഴുത്ത വീഴും. ഇതിൽ ഈ പുളിരുചിയുള്ളതാണ്.